ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളത്തിൽ കാലവർഷം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരും. കനത്ത മഴയിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ട് രൂക്ഷം. കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നതിൽ അധികൃതർക്കൊപ്പം ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങളുടെ അവലോകനം സംസ്ഥാനത്ത് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. പരിഷ്കരിച്ച സ്കൂൾ പാഠപുസ്തകങ്ങളുടെയും സൌജന്യ കൈത്തറി യൂണിഫോമിന്റെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാനത്ത് 9 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ കൂടി രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതിനാൽ ജൂൺ 2 വരെ ശക്തമായ മഴ തുടരും. തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കർശന മുന്നറിയിപ്പുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു. മണിക്കൂറുകളോളം നീണ്ട മഴയെ തുടർന്ന് നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പട്ടം, കണ്ണമ്മൂല വാർഡുകളിൽ തോട് കരകവിഞ്ഞൊഴുകി. സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. തമ്പാനൂരിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കിഴക്കേക്കോട്ടയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞ് ഒഴുകുകയാണ്. പഴവങ്ങാടിയിൽ നിരവധി കടകളിൽ വെള്ളം കയറി. തേക്കുംമൂട്, ഗൌരീശപട്ടം മേഖലയിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കൊച്ചിയിൽ ഇന്ന് ഉച്ച മുതൽ ആരംഭിച്ച ശക്തമായ മഴ തുടരുകയാണ്. നഗരത്തിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. ചിലയിടങ്ങളിൽ വീടുകളിലും ജനവാസ മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട്. രൂക്ഷമായ ഗതാഗതക്കുരുക്കും പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നു. ഇടപ്പള്ളി, തൃക്കാക്കര, വാഴക്കാല, കളമശ്ശേരി, കലൂർ, പനമ്പള്ളി നഗർ, കെഎസ്ആർടിസി സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കൊച്ചിയിലെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നതിൽ അധികൃതർക്കൊപ്പം ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി. ടൺ കണക്കിന് മാലിന്യങ്ങളാണ് കാനകളിൽ നിന്നും മറ്റും നീക്കം ചെയ്യുന്നത്. കാനകൾ അടിക്കടി ശുചിയാക്കുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ഇടപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളക്കെട്ടിന് കാരണം തോട് നവീകരിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണെന്ന് അമിക്കസ് ക്യൂറി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ ഉടൻ ഇടപെടാൻ ഹൈക്കോടതി ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. ആലപ്പുഴ ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. രാവിലെ പെയ്ത കനത്ത മഴയിൽ നിരവധി വീടുകളാണ് വെള്ളത്തിനടിയിലായത്. ദേശീയപാതയിൽ ഉൾപ്പെടെ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ഒരു ദിവസത്തെ മഴയിൽ ആലപ്പുഴ ജില്ലയിൽ ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളത്തിലായത്. ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകൾ തോടുപോലെ കിടക്കുന്നു. കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. ജില്ലയിലെ ജലാശയങ്ങളിലും തോടുകളിലും കായലുകളിലും സർവീസ് നടത്തുന്ന ശിക്കാര വള്ളങ്ങളും ചെറുവള്ളങ്ങളും സഞ്ചാരം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടു. തോട്ടപ്പള്ളി സ്പിൽവേയിൽ ആകെയുള്ള 40 ഷട്ടറുകളിൽ 39 എണ്ണവും തുറന്നിട്ടുണ്ട്. ഇവിടെ 70 മീറ്റർ പൊഴിയും മുറിച്ചു. തണ്ണീർമക്കം ബണ്ടിൽ 90 ഷട്ടറുകളും 4 ലോക്ക് ഗേറ്റുകളും തുറന്നു. അന്ധകാരനടിയിലെ 20 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. 398 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 17 ആയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. കോട്ടയം ജില്ലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഉച്ചവരെ മാറുന്ന ശേഷം മഴ വീണ്ടും തുടങ്ങി. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ചാറിത്തുടങ്ങിയ മഴ പിന്നീട് ശക്തി പ്രാപിച്ചു. ഇന്നലെ ശക്തമായ മഴയും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായ മലയോര മേഖലയിൽ അതീവ ജാഗ്രത തുടരുന്നു. മീനച്ചിലാർ കരകവിഞ്ഞ് വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെയോടെ വെള്ളം ഇറങ്ങിയിരുന്നു. അതേസമയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ജില്ലയുടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. വാഗമൺ റോഡിൽ രാത്രികാല യാത്രയും നിരോധിച്ചിട്ടുണ്ട്.
മലപ്പുറം വേങ്ങരയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 15-കാരൻ മുങ്ങി മരിച്ചു. ചെട്ടിപ്പടി പുഴക്കകലത്ത് സൈതലവിയുടെ മകൻ ഷാനാണ് മരിച്ചത്. വിദ്യാർത്ഥികളടങ്ങുന്ന സംഘത്തിനൊപ്പം എത്തിയതായിരുന്നു കുട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങളുടെ അവലോകനം സംസ്ഥാനത്ത് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 21 പോയിന്റുകളുടെ അടിസ്ഥാനത്തിലുള്ള അവലോകനമാണ് പൂർത്തിയാക്കിയത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമുകളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കേന്ദ്രങ്ങളിലും അഗ്നിരക്ഷാ സൌകര്യങ്ങളും ഫയർഫോഴ്സിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ജീവനക്കാർക്കുള്ള ആദ്യഘട്ട പരിശീലനവും പൂർത്തിയായി. അവസാനഘട്ട പരിശീലനം ജൂൺ 1-ന് നടക്കും. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. 57 മണ്ഡലങ്ങളിലാണ് ജൂൺ 1-ന് അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. റാലികളിലും പൊതുസമ്മേളനങ്ങളിലും പങ്കാളിത്തം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ദേശീയ നേതാക്കളും താരപ്രചാരകരും. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലും പശ്ചിമബംഗാളിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒഡീഷയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംബന്ധിച്ചു. പുതിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കൈത്തറി യൂണിഫോമുകളുടെ വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2007-ന് ശേഷമുള്ള സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണമാണ് ഇത്തവണ നടപ്പാക്കുന്നത്. 13,000-ഓളം പൊതുവിദ്യാലയങ്ങളിലായി ഏകദേശം 45 ലക്ഷം കുട്ടികൾക്കാണ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 9 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പാലോട്, തെന്മല, വണ്ടൻപതാൽ, കടലാർ, കോതമംഗലം, പാലപ്പള്ളി, കൊല്ലങ്കോട്, കരുവാരക്കുണ്ട്, മാനന്തവാടി എന്നിവിടങ്ങളിലാണ് RRTകൾ പുതുതായി രൂപീകരിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര നാളെ കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രശസ്ത എഴുത്തുകാരനും കാലടി ശ്രീശങ്കര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറുമായ ഡോക്ടർ KS രവികുമാർ പ്രഭാഷണം നടത്തും. ശാസ്താംകോട്ട ആദി നാട്ടറിവ് പഠനകേന്ദ്രം അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഇതോടനുബന്ധിച്ച് നടക്കും. സംസ്ഥാനത്ത് ഈ വർഷം മുതൽ കീം എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ ഓൺലൈനായി നടത്തും. 2024 ജൂൺ 5 മുതൽ 9 വരെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ. 1,13,447 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. പരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡ് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ആദ്യ അലോട്ട്മെന്റ് അടുത്ത മാസം 5-നും 2ാം അലോട്ട്മെന്റ് 12-നും 3ാം അലോട്ട്മെന്റ് 19-നും പ്രസിദ്ധീകരിക്കും. +1 ക്ലാസുകൾ 24-ന് ആരംഭിക്കും. അതിരപ്പള്ളി തുമ്പൂർമുഴി റോഡിലേക്ക് കൂറ്റൻ മുളങ്കൂട്ടം കടപുഴകി വീണു. ഇതുവഴിയുള്ള വാഹനഗതാഗതം തടസ്സപ്പെട്ടു. കോന്നി മുണ്ടേമൂഴി പാലത്തിൽ നിന്നും കല്ലാറിലേക്ക് എടുത്തുചാടിയ യുവാവിനായി ഫയർഫോഴ്സും സ്കൂബ ടീമും തെരച്ചിൽ ആരംഭിച്ചു. കോന്നി തണ്ണിത്തോട് സ്വദേശി സുധിയാണ് സുഹൃത്ത് നോക്കി നിൽക്കെ കല്ലാറിലേക്ക് ചാടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളത്തിൽ കാലവർഷം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരും. കനത്ത മഴയിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ട് രൂക്ഷം. കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നതിൽ അധികൃതർക്കൊപ്പം ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങളുടെ അവലോകനം സംസ്ഥാനത്ത് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. പരിഷ്കരിച്ച സ്കൂൾ പാഠപുസ്തകങ്ങളുടെയും സൌജന്യ കൈത്തറി യൂണിഫോമിന്റെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാനത്ത് 9 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ കൂടി രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.